ചപ്പാത്തിക്ക് പകരം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് ആദ്യം കാണിക്കുന്നത്. ചൂടായ ഓയിൽ 10-20 വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീരിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതേ ഓയിലിൽ തന്നെ എരിവിനാവശ്യത്തിനുള്ള ഉണക്കമുളകും കൂടി നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള ഫ്രൈ ചെയ്തെടുക്കില്ലേ ദം ചെയ്യുമ്പോഴത്തേക്കും, അതുപോലെ നമുക്ക് സവാളയും കൂടി വറുത്തെടുക്കാം. ചെറിയ തീരിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം, കരിഞ്ഞു പോകരുത്. എന്നാൽ നമുക്ക് റൈസിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി അടുത്തതായി ഒരു 4 പച്ചമുളകും കൂടി എടുക്കാം. ഉണക്കമുളക് നമ്മൾ ചേർത്തതാണ്, പച്ചമുളക് അതിനനുസരിച്ച് ചേർത്താൽ മതി. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ചെറിയ തീരിട്ട് തന്നെ ചെയ്തെടുക്കണം. അതേ ഓയിലിൽ നമുക്ക് തക്കാളിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നടുക് പിളർത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, എന്നിട്ട് കോരിയെടുക്കാം എന്ന്. ഇനി അടുത്തതായി അതേ ഓയിലിൽ തന്നെ മസാല തേച്ച് വെച്ച ചിക്കനും കൂടി ചേർത്തെടുക്കും. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവാള നന്നായിട്ട്, ആദ്യം നമ്മൾ സവാളയാണ് കേട്ടോ ഞെരടി എടുക്കാനുള്ള, നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കണം. അതുകൊണ്ടാണ് ചെറിയ തീരിട്ട് ഫ്രൈ ആക്കാൻ പറഞ്ഞത്. ഇതുപോലെ കിട്ടണം. ഇനി അടുത്തതായി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ട് ഇടിച്ചെടുത്താലും മതി കേട്ടോ. ഈ ഒരു റെസിപ്പിയുടെ മൊത്തം ടേസ്റ്റ് നമുക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു ഞെരടിലാണ്. ഉണക്കമുളക് നമുക്കിതുപോലെ ഇടിച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാൻ കേട്ടോ. മിക്സിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതെ നോക്കിയാൽ മതി. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടിയെടുക്കാം. ഇനി അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ, അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം. അത് വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ അടച്ച് വെച്ച് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് കുക്കാവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ചെറിയ പീസാക്കി കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പീസാക്കി ഇടേണ്ട ആവശ്യമില്ലല്ലോ. ചിക്കൻ വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി. തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും മല്ലിയിലയും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വീഡിയോ മിസ്സായതാണ്. അവസാനമായി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടെ ഉരുട്ടി കുഴച്ചെടുത്ത് ചോറിലിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ സ്വർഗം. ഇനി അടുത്തതായിട്ടൊരു സാലഡ് റെസിപ്പി കാണാം. ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. ചൂടായ പാനിൽ ബട്ടർ ഒഴിച്ച് ഈ കാണുന്ന ഐറ്റംസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഉപ്പ് ഒരല്പം മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ ഇല്ലേ മഷ്റൂം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മുകളിലെ തൊലി കളയില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് തുണിയിൽ, നല്ല കോട്ടൺ തുണിയിലോ ടിഷ്യൂവിലിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഈ കാണുന്ന ഐറ്റംസ് തന്നെ വേണം നിർബന്ധമില്ല. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്ത് ഒരുമിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ ബട്ടർ ചൂടായതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക് ഇല്ലേ, അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ചാട്ട് മസാലയും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടാണ് കേട്ടോ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല റിച്ചാണ്, അതുപോലെ ടേസ്റ്റുമാണ്. ഇനി അടുത്തതായി ലഞ്ച് ബോക്സിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതൊരു റൈസ് റെസിപ്പി കാണാം. ഇതിൻ്റെ മെയിൻ ഐറ്റം അച്ചാറാണ്. ചോറിലെ അച്ചാറും സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡ് മാറ്റി വെക്കാം. തലേന്ന് ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. സിമ്പിളാണ്. നമ്മൾ സാധാരണ കറികളൊക്കെ താളിക്കില്ല, അതുപോലെ ചെയ്തതിന് ശേഷം സവാള ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ എള്ളും ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. എള്ളില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കപ്പലണ്ടി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിരിക്കും. അതിന് ഒരു കറി ചോറിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കണം, നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച റൈസ് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് പതുക്കെ റൈസ് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ചൂടായി കിട്ടണം. അതുമാത്രം ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കും, അതാണ് പാകം. അവസാനമായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിന് കുട്ടികൾ കൊടുത്തു വിടാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ചില വീഡിയോസൊക്കെ ക്ലാരിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ലാത്തത് കാരണം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് കാണാം. എക്സ്പ്രസ് യുവർ പാഷൻ, മൈ പാഷൻ ബഹൻ ന്യൂസ്. താങ്ക് യു. ടാറ്റാ.